കണ്ണൂർ പോലുള്ളൊരു ജയിലിനകത്തെ ജയിലെന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്നൊരു ഗോവിന്ദച്ചാമി ഒരു കാരണവശാലും ചാടത്തില്ല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എങ്ങനെ ഇവന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? ടൈറ്റാനിക്ക് മുങ്ങത്തില്ല എന്നുള്ള പ്രതീക്ഷ പോലെയായിരുന്നു. ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് പറയുമ്പം അവൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്താനുള്ള സമയം വരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഗോവിന്ദച്ചാമി നമ്മുടെ അടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ഭീഷണിയോ സ്വരമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജയിൽ നിയമം അനുസരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവൻ വലിയ താല്പര്യമുള്ള ആളല്ല. നല്ല സൈക്കോ ആണ്. അപ്പൊ അവന് അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളിലും അവനെ നിർബന്ധിച്ച് ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ട് അവൻ ഒരിക്കലും എന്നോട് എനിക്ക് പക്ഷേ ഈ ചാട്ടം വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഓർമ്മ വന്നതും പെട്ടെന്ന് എന്റെ BP കൂടി ഉത്കണ്ഠയൊക്കെ ആയത് ആ ഒരു പറച്ചിലാണ്. എന്നോട് അവൻ പറഞ്ഞത് എന്താ പറഞ്ഞത് കറക്റ്റായിട്ട്? എന്നോട് അവൻ പറഞ്ഞത് ഞാൻ ജയിൽ ചാടി എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ, അതായത് എൻ്റെ അടുത്ത് എത്താൻ പറ്റി കഴിഞ്ഞാൽ എന്നെ കെട്ടിയിട്ട് എൻ്റെ വീട്ടിലെ എല്ലാവരെയും അതിക്രൂരമായിട്ട് തന്നെ ബലാത്കാരം ചെയ്യുമെന്നും കൊച്ചു കുട്ടികളുടെ അവരെ പോലും വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇന്ന് എപ്പോഴാണ് ജയിലിൽ ചാടിയെന്ന് എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ രാവിലെ അറിഞ്ഞു. ഞാൻ ഡ്യൂട്ടിക്ക് രാവിലെ ഇങ്ങനെ വന്ന് ഗോവിന്ദച്ചാമി ചാടിയെന്ന് നമ്മുടെ കൂടെ ഉള്ള ഉദ്യോഗസ്ഥൻ. ഇപ്പം കൊട്ടാരക്കര സബ്ജയിലില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കാം. ഞാൻ വിചാരിച്ച തമാശ പറയുന്നതായിരിക്കും. കൊടും ക്രിമിനലായിട്ടുള്ള ഒരാള്, അതും കണ്ണൂരിൻ്റെ അകത്ത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഈ 10-ാം ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ഇവൻ എസ്കേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു അതിശയമാണ് തോന്നിയത്. ഗോവിന്ദച്ചാമിക്ക് ചിലപ്പോൾ തോന്നിക്കാണോ എന്നെ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുത്താൻ വരും, ഒരു ഗ്യാങ്ങോ? അവന് തമിഴ്നാട്ടില് ഈ സാധാരണ പൊങ്ങച്ചം അടിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഇങ്ങനെ അധികം സംസാരിക്കുന്ന ആളോ അല്ല ഗോവിന്ദച്ചാമി. എക്സ്ട്രാ സൈക്കോ ആണ്. അപ്പൊ ഇവൻ അന്ന് സഹതടവുകാരനെ പറഞ്ഞ സ്വന്തം മനസുഖത്തിനും താല്പര്യത്തിനും വേണ്ടി ഇവൻ എന്തും ചെയ്യും. അതായത് ഇവന് കോയമ്പത്തൂരിൽ 1-2 ശ്മശാനങ്ങളിൽ സ്വർണ്ണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, മോഷ്ടിച്ചിട്ടുള്ള സാധനങ്ങൾ, സ്വർണ്ണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഒരു വിങ് ഉണ്ട്. അവരിൽ നിന്ന് ധാരാളം സഹായങ്ങൾ, അവരാണ് ഈ കേസ് മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവൻ പറഞ്ഞത്. അതുവഴി ഇവർക്ക് സഹായം കൊടുക്കാമെന്നും അവർക്ക് ജാമ്യം എടുക്കാമെന്നൊക്കെ ഇവരെ തടവുകാരെ ഇവിടെ പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഞാൻ ജയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, നമ്മളിത് പറയുകയും ചെയ്തതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിൽ ഒരാളും കിടന്നുറങ്ങത്തില്ല ധൈര്യത്തോട്. അവൻ പറഞ്ഞിട്ടുള്ള 1-2 കഥകൾ, സാധാരണ തടവുകാരുടെ പറഞ്ഞിട്ടുള്ള കഥകൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അത് ഈ ട്രെയിനിലെ സൗമ്യയ്ക്ക് മുന്നേ പലരെ സ്ത്രീകളെയും ആക്രമിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ദേഹത്ത് പോലും ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ട് ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സ് അതേപോലെ പാകപ്പെടുത്തി എടുത്തിരിക്കുന്ന പക്ക ആക്രമണങ്ങൾ. ഒരുപക്ഷെ ഇവനെ അന്ന് തന്നെ UP പോലെ തന്നെ വധിച്ചിരുന്നെങ്കിൽ, ഇവനെ കൊന്നിരുന്നെങ്കിൽ ഞാനൊക്കെ ഏറ്റവും സന്തോഷിച്ചാണ്. ഞാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഗോവിന്ദച്ചാമിയെ ഇനി തൂക്കിക്കൊല്ലാൻ വെച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ആരാച്ചാറാകാൻ പോലും ഞാൻ തയ്യാറാണ്. കാരണം സൗമ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി എന്റെയും നിങ്ങളുടെയൊക്കെ സഹോദരിയാണ്.